Hello everyone, have a good day. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഇൻട്രാക്ടിങ് പ്രീ സ്കൂൾ സ്റ്റുഡൻസ്. എങ്ങനെയാണ് ഒരു ടീച്ചറായി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പാഷൻസിനെ പറ്റി പറഞ്ഞു, നമ്മൾ ഒരു ടീച്ചർ എങ്ങനെയാവണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അവരെങ്ങനെയാണ് നമ്മൾ ആ കുട്ടികളോട് പെരുമാറേണ്ടത്. As you know, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് 3 to 5 ഏജസിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്, അല്ലേ? ഈ പ്രീ പ്രൈമറി കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ അവരോട് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്? ഒരു ടീച്ചർ, ഗുഡ് ടീച്ചർ എങ്ങനെയായിരിക്കണം? ഒരു ഗുഡ് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? ഈ ഒരു കരിയറോട് എങ്ങനെയാണ് പാഷൻസ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് എടുത്ത് പറയാൻ പോകുന്നത് കുട്ടികളായിട്ട് എങ്ങനെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. ഒരു ടീച്ചറായിട്ട് ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഇൻട്രാക്ട് ചെയ്യേണ്ട മെത്തേഡുകളുണ്ട്. അതെങ്ങനെയായിരിക്കും അവരിൽ ഒരു നല്ലൊരു ടീച്ചർ എന്ന സ്ഥാനം നമുക്ക് പിടിക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും, ഒരു ഇൻട്രാക്ഷൻ എങ്ങനെ നമുക്ക് വരുത്തിയെടുക്കാം എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹൗ ടു ഇൻട്രാക്ട് പ്രീ പ്രൈമറി സ്റ്റുഡൻസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ടീച്ചർ എങ്ങനെയാണ് ഒരു കുട്ടികളിലേക്ക് ഒരു ഇൻട്രാക്ഷൻ വരുത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗെറ്റ് ഡൗൺ ദെയർ ലെവൽ. ഗെറ്റ് ഡൗൺ ടു ദെയർ ലെവൽ എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ പോലെ കുഞ്ഞാവാനാണോ? അല്ല, ഗെറ്റ് ഡൗൺ ടു ദെയർ ലെവൽ. യു റീഡ് ദാറ്റ്, ഗെറ്റ് ഡൗൺ ടു ദെയർ ലെവൽ. ഫിസിക്കലി ലോവർ യുവർ സെൽഫ് ടു ദെയർ ഹൈറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് അറ്റ് ദെയർ ഐ ലെവൽ. ഇതാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ നമ്മൾ കുട്ടികളെ പോലെ താഴേക്ക് ചെല്ലാനല്ല. അതായത് അറിയാം, നമ്മളെക്കാട്ടും പൊക്കം കുറവായിരിക്കും കുട്ടികൾക്ക്, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ലെവലിൽ അവരെത്രയാണോ ഹൈറ്റ് നിൽക്കുന്നത് അവരുടെ ഐ കോണ്ടാക്ട്സ് നമ്മൾ ആദ്യം നടത്താം. ഓക്കെ, അപ്പം അവരിങ്ങനെ നിൽക്കുന്നു, നമ്മളിങ്ങനെയാണെങ്കിൽ അവരിലേക്ക് വന്നിറങ്ങി നിന്ന് നേരെ കണ്ണിന് നേരെ ഐ കോണ്ടാക്ട്സ് ആ ലെവലിൽ വേണം അവരോട്. അപ്പം ഈ ഒരു ഐ കോണ്ടാക്ട് വെക്കുന്നത് വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ആ കുട്ടികളിൽ നിന്ന്, ആ കുട്ടികളുടെ മാനസികമായിട്ടുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ, കുട്ടി എപ്പോഴും നമ്മൾ മുതിർന്ന് നിൽക്കുമ്പോൾ കുട്ടി നമ്മളിങ്ങനെ നോക്കണം. അങ്ങനെ നോക്കാൻ ഇടവരുത്തരുത്. നമ്മളെപ്പോഴും എന്ത് ചെയ്യാം? അവരുടെ ഒപ്പം നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ, അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എപ്പോഴും ഒന്നല്ലെങ്കിൽ നമ്മൾ ചെയറിലിരിക്കുമ്പോൾ കുട്ടിയുടെ നേരെ നമുക്ക് ഐ കോണ്ടാക്ട് നടത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ കുട്ടി എവിടെയാണ് ഇരിക്കുന്നത് അതിലേക്ക് നമ്മളൊന്ന് താഴ്ന്നു നിൽക്കുക. മനസ്സിലായോ? അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടിട്ട് വെരി ഗുഡ് ഇൻട്രാക്ഷൻ നമുക്കവിടെ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഗെറ്റ് ഡൗൺ ടു ദെയർ ലെവൽ. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് കിടക്കാം. സെക്കൻഡ് പോയിന്റ് ഈസ് യൂസ് സിമ്പിൾ ലാംഗ്വേജ്. യൂസ് സിമ്പിൾ ലാംഗ്വേജ്. അതായത് ഒരു കുട്ടിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കഠിനമായിട്ടുള്ള വാക്കുകൾ, മനസ്സിലാവാത്ത വല്ലതും പറഞ്ഞാൽ കുട്ടി ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കും എന്താന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ യൂസ് സിമ്പിൾ ലാംഗ്വേജ്. മാക്സിമം നമ്മൾ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ചേർത്ത് സംസാരിക്കാൻ നോക്കുക. അതും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പറയുന്ന വേർഡിനോടൊപ്പം തന്നെ നമ്മൾ മലയാളം സ്പീക്ക് ചെയ്ത് പറയണം. അതായത് ഇപ്പോൾ ഒരു കുട്ടീനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യാം? മലയാളവും കൂടി അതിൻ്റെ കൂടെ ചേർക്കാൻ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറ്റിയ മാതിരിയാകും. ഞാനൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരു കുട്ടീനോട്, ഞങ്ങൾക്ക് എന്തൊരു പ്രോഗ്രാം നടക്കുകയാണ് അവിടെ, ഞാൻ ഓർക്കുന്നില്ല, ഒരുപാട് വർഷമായി ബാക്ക്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാനും എൻ്റെ ഒരു കൊളീഗും കൂടി ഞാൻ മേളിലേക്ക് കയറാണ്. ഞങ്ങൾ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോവാണ്. മേളിലാണ്. അപ്പോൾ ഞങ്ങൾ താഴേന്ന് മേളിലേക്ക് ചെല്ലുന്നു, ആ കുട്ടി താഴേന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ മേളിലാണ് ഹോളിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ അത് നമുക്ക് അലൗഡ് അല്ലല്ലോ. എല്ലാവരും പ്രോഗ്രാം നടക്കുമ്പോൾ ഹോളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു, വേർ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചു. കുട്ടി ഏതോ ചെറിയ ക്ലാസ്സിൽ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയല്ല, ഏതൊരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതിനോട് ചോദിച്ചു, വേർ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി എടുത്ത വഴിക്ക് പറഞ്ഞു, ഞാൻ വേറൊരു സ്ഥലത്തും പോകുന്നില്ല, ബാത്റൂമിൽ പോവാണെന്ന് പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഫോർ ഫണ്ണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും കുട്ടികളോട് എന്താണോ വാക്ക് പറയുന്നത് അതിൻ്റെ കൂടെ മലയാളവും കൂടി ചേർത്ത് പറയുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകും ഇന്നതാണ് അവിടെ യൂസ് ചെയ്തേക്കണേന്ന്. മനസ്സിലായോ? അപ്പം നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് മലയാളം ഒന്ന് മിക്സ്ഡ് ആക്കി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരത് പഠിച്ചോളും. നമ്മുടെ സംസാരത്തിലൂടെയും നമ്മളെങ്ങനെ മലയാളം പഠിച്ച്, അല്ലേ? അപ്പം നമ്മുടെ പറഞ്ഞു വന്ന കാര്യം
യൂസ് സിമ്പിൾ ലാംഗ്വേജ്. നമ്മൾ കുട്ടികളോട് വളരെ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു കഠിനമായിട്ടുള്ള വാക്കുകളോ അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന ലോക്കൽ ലാംഗ്വേജസ് സ്കൂളിൽ ചെന്നിട്ട് പറയാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളോട് നമ്മൾ പറയുന്ന ഭാഷ അവർ വീട്ടിൽ ചെന്ന് സംസാരിക്കും. ചിലപ്പോൾ അവിടെ ഉള്ളവർ അങ്ങനെയുള്ള സംസാരങ്ങൾ ഇല്ലാത്തതായിരിക്കും. ഒക്കെ ലോക്കൽ ലാംഗ്വേജസിലേക്ക് പോകുന്ന ഭാഷകളുണ്ടാകും. അപ്പം നമ്മളെല്ലാം വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് വേണം ഓരോ വാക്കും പറയാൻ. കുട്ടികൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിച്ച് വേണം ഓരോന്ന് സംസാരിക്കാൻ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ്, യൂസ് സിമ്പിൾ ലാംഗ്വേജ്. സ്പീക്ക് ക്ലിയർലി യൂസിങ് വേർഡ്സ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവരോട് എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുന്നത് അത് മനസ്സിലാവണം, കുട്ടികൾക്ക് മനസ്സിലാവണം. കുട്ടികളോടാണ് സംസാരിക്കണേന്നുള്ള ബോധം നമുക്കും വേണം. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ്, ഷോ എന്തൂസിയാസം ആൻഡ് സ്മൈൽ. അതായത് കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇടപെടുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഫേസ് സ്മൈലി ആയിട്ട് വെക്കുക. അവരോട് ദേഷ്യം കാണിക്കുന്നത് ഒരിക്കലും നമ്മൾ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരരുത്. അവരെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ളൊരു ഇമോഷൻസ്, അത് ഹാപ്പി ആകാം, ആ ഹാപ്പിയാണ് അവരോട് പ്രകടിപ്പിക്കേണ്ടത്. നമുക്ക് പല ഇമോഷൻസ് ഉണ്ടാവും അല്ലേ? ആ ഇമോഷനിൽ ഹാപ്പി നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളിലേക്ക് പ്രകടമാക്കാം. എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട് ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ ഇമോഷൻസ് ആണ്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏതൊക്കെ ഇമോഷൻസ് ആണ് ഉണ്ടാവണേന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. അപ്പം നമ്മുടെ ഇമോഷൻ അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കേണ്ടത് ഹാപ്പിയാണ്. ഈ സന്തോഷം നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുള്ള ഉത്സാഹം, ആവേശം ഒക്കെ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് നമ്മൾ പ്രകടമാക്കി തന്നെ കുട്ടികളോട് പെരുമാറാൻ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് അവരോട് നല്ല ഹാപ്പി ആയിട്ട് പെരുമാറുന്നതനുസരിച്ച് അവർക്ക് എന്താ ഫീൽ ചെയ്യാം, അവരിലൊരു ഇൻട്രാക്ഷൻ വരാണ്. ഓക്കെ, എനിക്ക് ആ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ്, ആ ടീച്ചറിൻ്റെ ക്ലാസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അത് പഠിക്കാനും ഏറ്റവും ബെസ്റ്റ് വേ ആണ് ഈ കുട്ടികളായിട്ട് ഇൻട്രാക്റ്റിങ് ചെയ്യുക എന്ന് പറയുന്നത്. കുട്ടികളുള്ള രഹസ്യങ്ങൾ, കുട്ടികൾ എന്താണോ ബിഹേവ് ചെയ്യുക അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനും നമുക്ക് ആ കുട്ടിയെ കൂടുതൽ പഠിക്കാനും ഈ ഒരു ഇൻട്രാക്ഷൻ മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ബെസ്റ്റ് റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് പോയിന്റ് എന്തായിരുന്നു? ഷോ enthusiasm and smile. Display genius excitement and joy when interacting with them. മനസ്സിലായല്ലോ? അപ്പോൾ അവരായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ജീനിയസ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളിൽ നിന്നാണ് അവരിതെല്ലാം പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂസ് നോൺ വെർബൽ ക്ലൂസ്. നോൺ വെർബൽ ക്ലൂസ് അതായത് നമ്മളിപ്പോൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓരോ വാക്കുകളും നമുക്ക് അർത്ഥങ്ങൾ, അവർക്കറിയില്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാണ് ഈ പറയണതെന്ന് അത് നമ്മൾ ആംഗ്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുഖഭാവം കൊണ്ടോ ശരീരഭാഷ കൊണ്ടോ അവരെ മനസ്സിലാക്കി കൊടുക്കുക. മനസ്സിലായോ? അതാണ് യൂസ് നോൺ വെർബൽ ക്ലൂസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതെന്താണ് അതിൻ്റെ ഒന്ന് റീഡ് ചെയ്തേ. എംപ്ലോയ് gestures, facial expressions and body languages to convey meaning. ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്, എൻകറേജ് എക്സ്പ്ലോറേഷൻ. എൻകറേജ് എക്സ്പ്ലോറേഷൻ എന്താണ്? പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹാൻഡ്സ് ഓൺ ഡിസ്കവറി ആൻഡ് പ്ലേ ബേസ്ഡ് ലേണിംഗ്. അതായത് കുട്ടികളോട് നമ്മൾ കളിക്കുമ്പോൾ, അതായത് കുട്ടികളായിട്ട് കളിക്കുന്ന സമയത്ത് പഠനം റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റുന്ന പല ഭാഗങ്ങളും നമ്മൾ കളിയിൽ ഉൾപ്പെടുത്തി വേണം അവരെ ഈ ഒരു എൻകറേജ് ചെയ്യിപ്പിക്കാനായിട്ട്. മനസ്സിലായോ? അതായത് കളി അടിസ്ഥാനമാക്കിയുള്ള പഠനം അവരിൽ നൽകുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ, യൂസ് വിഷ്വൽ എയ്ഡ്. യൂസ് വിഷ്വൽ എയ്ഡ് എന്താണ്? Incorporate pictures, flashcard and real life objects to support understanding. Okay, അപ്പോൾ യൂസ് വിഷ്വൽ എയ്ഡ് മീൻസ് എന്താണ്? യൂസ് വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന പിക്ചേഴ്സ്, ഫ്ലാഷ് കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് കൂടുതൽ മനസ്സിലാകും. എങ്ങനെയൊക്കെയാണ് ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പം നമ്മളുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടൊമാറ്റോ,
അല്ലെങ്കിൽ ഒനിയൻ, ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് കുട്ടികളെ വിഷ്വല് ചെയ്ത് കാണിച്ച് പഠിപ്പിക്കുക. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് കാർഡ്, ഫ്ലാഷ് കാർഡ് പോലെയുള്ള എടുത്തിട്ട് അതിൽ പിക്ചേഴ്സ് ഒട്ടിച്ച് എന്താണ് ആനിമൽസിൻ്റെ, ബേർഡ്സിൻ്റെ പിക്ചേഴ്സൊക്കെ കാണിച്ച്, അപ്പോൾ അവർക്ക് നമ്മളത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവരതിൻ്റെ പേര് പറയാൻ തുടങ്ങും. മനസ്സിലായോ? കളറിൻ്റെ സെൻസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ കളേഴ്സ് എന്താണ്? ഇപ്പോൾ ടൊമാറ്റോ, വാട്ട് ഈസ് ദിസ്? ടൊമാറ്റോ. ഓക്കെ, അപ്പോൾ എന്ത് കളറാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കളർ സെൻസും കാര്യങ്ങളൊക്കെ ഈ വിഷ്വൽ കാർഡിലൂടെ നമുക്ക് കുട്ടികളിൽ കൂടുതലും ഇൻട്രാക്ഷൻ പിടിച്ചു പറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, സിംഗ് സോങ് ആൻഡ് റിസൈറ്റ് നഴ്സറി റൈംസ്. ഓക്കെ, എന്താണെന്ന് റീഡ് ചെയ്തേ. എൻഗേജ് ദം ത്രൂ മ്യൂസിക് ആൻഡ് റിത്മിക് ലാംഗ്വേജസ്. ഓക്കെ, എൻകറേജ് ദം ത്രൂ മ്യൂസിക് ആൻഡ് റിത്മിക് ലാംഗ്വേജസ്. അവരോട് ഇടപഴകുന്ന സമയത്ത് അവരിൽ സംഗീതത്തിലൂടെയും ഒരു താളത്തിലൂടെയൊക്കെ അവരോട് ഇടപഴകാൻ വേണ്ടി നോക്കാം. ഓക്കെ, കൂടുതൽ റൈംസ് കാര്യങ്ങളൊക്കെ ചൊല്ലി കൊടുത്താൽ കുട്ടികൾക്ക് ഇതൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? കളിയിലൂടെ നമുക്ക് പഠിപ്പിക്കാം, അതും അവർക്ക് ഇഷ്ടപ്പെടും. ഈ സോങ്ങിലൂടെ നമുക്ക് പഠിപ്പിക്കാം, റൈംസിലൊക്കെ കൂടെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, അതും കുട്ടികൾക്ക് ഇഷ്ടമാണ്. എപ്പോഴും ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ഇഷ്ടമാവില്ല, മാറ്റി മാറ്റി ചെയ്യുന്ന സ്റ്റോറി ടെല്ലിങ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് റൈംസ്, സോങ്സ് ഈ ഒരു രീതിയിലും അവരെ ഭാഷകൾ പഠിപ്പിച്ചു കൊടുക്കാനും, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വരേണ്ടത്, അവർക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാനൊക്കെ ആയിട്ടൊക്കെ ഈ ഒരു ടെക്നിക്ക് അവരിൽ കൂടുതൽ നമ്മളായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുത്തുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അതെന്താണ്? എൻകറേജ് ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ബിഗിൻ വിത്ത് വാട്ട്, ഹൗ ഓർ ഹൗ. ഇപ്പോൾ കുട്ടികൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ മഴ പെയ്യുന്ന കാര്യം കാണിച്ചു കൊടുക്കുകയാണ് കുട്ടികളുടെ, പുറത്ത് റെയിൻ ആണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെങ്ങനെ റെയിൻ പെയ്യുന്നേ, അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്തുകൊണ്ടിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ ഓരോ സന്ദർഭങ്ങൾ എടുക്കുമ്പോൾ അവരിലേക്ക് നമ്മളൊരു ഇങ്ങനെ ഡീപ്പായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ, എന്തുകൊണ്ടിട്ടാണെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത്. അതാണ് നമ്മൾ ആദ്യത്തെ ഇതിൽ പറയുന്നത്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ വിഷയത്തിലും അറിവ് ഉണ്ടായിരിക്കണം. മാക്സിമം നമ്മളിലേക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ചിന്തിച്ച് അത് എന്തുകൊണ്ടിട്ടായിരിക്കും, അത് എന്തുകൊണ്ടിട്ട് ഇങ്ങനെ വരാൻ കാരണം നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ കുട്ടികളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവർക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണെന്നുള്ളൊരു ഡീപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കുകയും വേണം. അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കും. പോയിന്റ് ഈസ് ലിസൺ ആക്ടിവിറ്റി. ലിസൺ ആക്ടിവിറ്റി മീൻസ് പേ അറ്റൻഷൻ ടു ദെയർ റെസ്പോൺസസ് ആൻഡ് ഷോ ഇൻട്രസ്റ്റ് ടു ദെയർ തോട്ട്സ്. അതായത് കുട്ടികളിൽ കളിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നോ അവിടെ നമ്മളും സജീവമായി നിൽക്കുക. കുട്ടികൾ ചിലപ്പോൾ അവിടെ നിന്ന് കളിക്കുമായിരിക്കും. ആ കളിക്കുന്നത് ഓരോരുത്തരെയും നിരീക്ഷിക്കുക. ചിലവർ ചെയ്യുന്നുണ്ട്, നമ്മൾ ലോഡ് തീർക്കാൻ വേണ്ടിയിട്ട് അവരെ കളിക്കാനോ അല്ലെങ്കിൽ അവരെ അങ്ങനെയുള്ള പരിപാടിയിലേക്ക് വിടാണ്ടിരിക്കാം. അതായത് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് ഇവിടെ ഇരുന്ന് എഴുതാം, ഹോംവർക്ക് എഴുതി കൊടുക്കാം, നമ്മൾ എഴുതി കൊടുക്കുമല്ലോ ഈ ലെറ്റേഴ്സൊക്കെ. അപ്പം ആ പരിപാടി നിർത്താം. മനസ്സിലാവോ? അതായത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ വർക്ക് എന്താണോ അവർ ചെയ്യുന്നത്, ചെറിയൊരു അശ്രദ്ധ മതി, പാരൻസുകൾ നമ്മളെ പൊതിഞ്ഞ് തിന്നുമെന്ന് പറയും. കാരണം അവർക്കറിയില്ല നമ്മൾ എന്തൊക്കെ ഡ്യൂട്ടീസാണ് അവിടെ ചെയ്യണേന്നുള്ളത്. ഇപ്പോൾ പാരൻസിന് അറിയില്ല നമ്മൾ എന്തൊക്കെ ഡ്യൂട്ടിയാണ് അവിടെ ചെയ്യണേന്നുള്ളത്. നമ്മൾ കുട്ടികളെ എന്തെങ്കിലും ശ്രദ്ധിക്കാണ്ടിരുന്ന് പെട്ടെന്ന് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് പെട്ടെന്നായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ല തല പൊട്ടേ വീട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുട്ടികളുടെ സ്കിന്നാണ്, പെട്ടെന്നൊന്ന് വീട് എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് മുഴക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ? എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിഷ് കളറാവാനും മുഴച്ചിരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അതൊക്കെ അവരെ കെയർ ചെയ്യാം. അവരെന്താണോ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ നമ്മളും സജീവമായിട്ട് നിൽക്കുക. എന്നിട്ട് ഓരോ കുട്ടികളെയും വാച്ച് ചെയ്യുക, എന്തൊക്കെ ക്രിയേറ്റിവിറ്റി അവർക്കുണ്ട്, എങ്ങനെയാണ് അവരുടെ ഐഡിയാസ് പോകുന്നത്, ഇതെല്ലാം നമ്മൾ വാച്ച് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഇതൊരു മെയിൻ ഫാക്റ്റാട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ബി പേഷ്യന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. Remember that they are still developing their language skill and may need time to process information. ഈ ഒരു പ്രായത്തിൽ അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന, അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയമാണ് അല്ലേ?
അതായത് അവരുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ നിരീക്ഷിച്ച് തെറ്റുകളുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്ത് അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റിനെയും അവരുടെ മൈൻഡ് ഇമ്പ്രൂവ്മെൻറ്റിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അവിടെ എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുട്ടികളായിട്ടുള്ള ഈ ഒരു ഇൻട്രാക്റ്റിംഗ് വിത്ത് പ്രീ പ്രൈമറി സ്റ്റുഡൻസ് 3 to 5 ഏജസിൽ വരുന്ന കുട്ടികളായിട്ട് ഇൻട്രാക്റ്റിംഗ് കാര്യങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. എന്താണ്? ഗെറ്റ് ഡൗൺ to their level. Second point is use simple language. Third one, show enthusiasm and smile. Fourth one, use non-verbal clues. 5, encouraging exploration. 6 one, use visual aid. 7th one, sing songs and recite nursery rhymes. The next one, ask open-ended questions and listen activity. The last one, be patient and understanding. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് വേണം നമ്മളുടെ ഈ ഒരു കരിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങളൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ സ്റ്റെപ്പുകളും ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ പഠിക്കുന്ന പാഠങ്ങളൊന്നും തന്നെ എന്തൊക്കെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതൊന്നും തന്നെ കൈവിട്ട് കളയാണ്ടിരിക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പോയിൻറ്റ്സുകളും. അപ്പോൾ ഓക്കെ, ഇതെല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹൗ ടു ഇൻട്രാക്ടിങ് വിത്ത് പ്രീ പ്രൈമറി സ്റ്റുഡൻസ്. അപ്പോൾ ഈ കണ്ട പോയിൻറ്റ്സും ഇതിൻ്റെ ചെറിയ നോട്ട്സും ഉണ്ട്. അത് ജസ്റ്റ് എഴുതിയെടുക്കുക, പഠിക്കുക, കഴിഞ്ഞ ക്ലാസ്സിലെ പോയിൻറ്റ്സും പഠിക്കുക. ഓക്കെ, താങ്ക് യു.